നമസ്കാരം. ആഗോളതലത്തിൽ അനിശ്ചിതത്വത്തിനുള്ള പ്രവണത തുടരുന്നതിനിടെ നേട്ടം കൊയ്യുകയാണ് സ്വർണം. ആദ്യകാല വെല്ലുവിളികൾക്കിടയിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിപുലമായ നികുതി ചിലവ് ബില്ല് പ്രതിനിധി സഭ പാസാക്കി. ഇത് US ഇക്വിറ്റികൾക്കും ഡോളറിനും താൽക്കാലിക ആശ്വാസം നൽകുന്നതാണ്. അതേസമയം ജൂൺ 1 മുതൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% തീരുവ ചുമത്താൻ ട്രംപ് നിർദ്ദേശിച്ചതും US-ന് പുറത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആപ്പിൾ ഐഫോണുകൾക്ക് 25% താരിഫ് ഏർപ്പെടുത്തിയതും വിപണികൾക്ക് മറ്റൊരു തിരിച്ചടിയാണ്. ഇതിന് ഫലമായി US ഡോളർ 3 പ്രധാന ഓഹരി സൂചികകളും ആഴ്ചയിൽ 2%-ലധികം നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡോളറിന്റെ ദുർബലതയും സ്ഥിരമായ സുരക്ഷിത താവള ഡിമാൻഡും കാരണം സ്വർണം 5%-ലധികം ഉയർന്ന ഔൺസിന് $3,366.5 ഉയർന്ന വിലയും മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ഉണ്ടായിരുന്നിട്ടും ചൈനീസ് സ്വർണ്ണ ഇറക്കുമതിയിലെ കുതിച്ചുചാട്ടം ഈ കുതിപ്പിന് കൂടുതൽ പിന്തുണ നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനെയും ആപ്പിളിനെയും ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ ഏറ്റവും പുതിയ താരിഫ് ഭീഷണികളെ തുടർന്ന് വെള്ളിയാഴ്ച സ്വർണ്ണവില കുത്തനെ ഉയർന്നിരുന്നു. MCX ഗോൾഡ് ഫ്യൂച്ചേഴ്സ് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ആഴ്ചയിലുടനീളം ഉയർന്നു. രണ്ടാമത്തെ ഉയർന്ന വാരാന്ത്യ നിലവാരത്തിൽ, അതായത് 10 ഗ്രാമിന് 96,400 രൂപയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രതിവാര ചാർട്ടിലെ വില 20 EMAയ്ക്കും സൂപ്പർ ട്രെൻഡിന് മുകളിലാണ്. ഇതൊരു പോസിറ്റീവ് ബയസിനെ സൂചിപ്പിക്കുന്നതാണ്. വില ആരോഹണ ട്രെൻഡ് ലൈനിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞത് ഒരു ബുള്ളിഷ് ബയസിനെ സൂചിപ്പിക്കുന്നതാണ്. വരും ആഴ്ചയിൽ വില അതിന്റെ പോസിറ്റീവ് ട്രെൻഡ് തുടർന്നേക്കാമെന്നാണ് വിപണി വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ 97,600 രൂപയിൽ പ്രാരംഭ പ്രതിരോധം നേരിടേണ്ടി വന്നേക്കാം. മറുവശത്ത് പ്രാരംഭ പിന്തുണ 94,000 രൂപയിലും പ്രതിരോധം 92,800 രൂപയിലുമാണ്. US സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയെക്കുറിച്ചുള്ള ആശങ്കകളും ആഗോള വ്യാപാര സംഘർഷങ്ങളും കാരണം സ്വർണം സമ്മിശ്രമായാണ് ആഴ്ച അവസാനിച്ചത്. അതേസമയം വെള്ളി വിലയും 3% ഉയർന്നു. ശുദ്ധീകരിച്ച വിതരണത്തിലെ ഇടിവും ചൈനീസ് കോൺസെൻട്രേറ്റ് ഇറക്കുമതിയിൽ റെക്കോർഡും കാരണം ചെമ്പ് വിലയും വർദ്ധിച്ചു. അതേസമയം LME ഇൻവെന്ററികളിലെ കുത്തനെയുള്ള വർധനവും ചൈനയിലെ ഉയർന്ന ഉൽപാദനവും കാരണം അലൂമിനിയവും വില കുറഞ്ഞു. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് വിതരണ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന ഭയത്താൽ WTI സംസ്കൃത എണ്ണ വളരെ അസ്ഥിരമായിരുന്നു. ബാരലിന് $64.19 ഉയർന്നു. OPEC+ തുടർച്ചയായ ഒന്നാം ബമ്പർ ഉൽപാദന വർധനവ് നടപ്പിലാക്കിയേക്കുമെന്നും US ക്രൂഡ് ഇൻവെന്ററികളിൽ രണ്ടാം ആഴ്ചയും ഉയർന്നേക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്ന് വിലകൾ $60.3 കുറഞ്ഞു. വാഷിംഗ്ടൺ സീറോ സമ്പുഷ്ടീകരണ നിലപാട് നിലനിർത്തിയാൽ ചർച്ചകൾ പുരോഗമിക്കില്ലെന്ന ടെഹ്റാന്റെ മുന്നറിയിപ്പിന്റെയും US ഇറാൻ ആണവ ചർച്ചകളുടെ പുരോഗതിയുടെയും പശ്ചാത്തലത്തിൽ എണ്ണവില $61.8 ഉയർന്നു. റോമിൽ നടന്ന 5ാം റൗണ്ട് ചർച്ചകളിലെ പുരോഗതിയുടെ സൂചനകൾ അടുത്ത ആഴ്ച പുതിയ വിൽപ്പനയ്ക്ക് കാരണമായേക്കാം. ട്രംപിന്റെ പുതുക്കിയ താരിഫ് ഭീഷണികൾ ഈ ഘട്ടത്തിൽ പ്രധാനമാണ്. ജൂൺ അവസാനത്തോടെ ആപ്പിൾ, സാംസങ്, മറ്റ് ടെക് കമ്പനികൾ എന്നിവയ്ക്ക് തീരുവ ചുമത്താൻ സാധ്യതയുണ്ടെന്ന അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പുകൾ ഇതിനകം തന്നെ അസ്ഥിരമായ വിപണിയിൽ പുതിയ അനിശ്ചിതത്വത്തിന് ആക്കം കൂട്ടുന്നതാണ്.